നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് വളരെ പെട്ടെന്ന് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. അതുകൊണ്ട് വലിയ എഡിറ്റിംഗ് ഒന്നും നടത്തിയിട്ടില്ല. ചെറിയ തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കണം. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും തന്നെ വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചായത്തുകളിൽ കുറച്ച് കാലമായിട്ട് വ്യക്തിഗത ആനുകൂല്യങ്ങൾക്കുള്ള അപേക്ഷകളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ സമയമായിരിക്കുന്നു. പല പഞ്ചായത്തുകളിലും വ്യക്തിഗത ആനുകൂല്യങ്ങൾക്ക് വേണ്ടി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ പഞ്ചായത്തുകളിൽ ആയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കേണ്ടതാണ്. മിക്കവാറും പഞ്ചായത്തുകളിലൊക്കെ ഇങ്ങനെയുള്ള പദ്ധതികൾക്ക് വേണ്ടിയിട്ട് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അതിൻ്റെ അപേക്ഷ ഫോം വാങ്ങിച്ചിട്ട് പൂരിപ്പിച്ച് കൊടുക്കേണ്ടതാണ്. പദ്ധതികൾ എന്തൊക്കെയാണെന്നുള്ളത് പറയാം. അപ്പോൾ നിങ്ങളുടെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ടിട്ട് ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ പഞ്ചായത്ത് മെമ്പർ മുഖേന നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവാം. അവിടെ ആയിട്ടുണ്ടോ ആയിട്ടില്ലേ എന്നുള്ളത് മെമ്പറോട് തന്നെ ചോദിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഇനി എന്തൊക്കെ വ്യക്തിഗത ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് എന്ന് പറയാം. അത് പല പഞ്ചായത്തുകളിലും അതിൻ്റെ എണ്ണത്തിലും മറ്റുമൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കാം. കൂടാതെ ഈ പദ്ധതികളിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതായത് പഞ്ചായത്തുകൾ അവിടെയുള്ള ഫണ്ടിനനുസരിച്ചിട്ടുള്ള പദ്ധതികളായിരിക്കും പ്രഖ്യാപിച്ചിട്ടുണ്ടാവുക. അത് നിങ്ങൾ അന്വേഷിച്ചറിയുക. ഇനി എന്തൊക്കെയാണ് ഇപ്പോൾ സാധാരണയായിട്ട് വരുന്ന വ്യക്തിഗത ആനുകൂല്യങ്ങൾ പോലെ തന്നെയാണ് തവണയും വന്നിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങളുടെ പഞ്ചായത്തിൽ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ അന്വേഷിച്ചറിയുക തന്നെ വേണം. അപ്പോൾ അത് ഞാൻ പറയാം. ആദ്യമായിട്ട് വയോജനങ്ങൾക്ക് കട്ടിൽ ജനറൽ വിഭാഗത്തിന്, അതേപോലെ വയോജനങ്ങൾക്ക് കട്ടിൽ SC വിഭാഗത്തിന്, ബൊക്കാഷി ബക്കറ്റ് വിതരണം ജനറൽ വിഭാഗത്തിന്, അതുപോലെ കറവ് പശു വിതരണ പദ്ധതി SC വിഭാഗത്തിനുള്ളതാണ്. അതുപോലെ തന്നെ കറവ് പശു വിതരണ പദ്ധതി ജനറൽ വിഭാഗത്തിനുമുണ്ട്. അതുപോലെ വീട് വാസയോഗ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി SC വിഭാഗത്തിന്, അതുപോലെ തന്നെ വീട് വാസയോഗ്യമാക്കാൻ ജനറൽ വിഭാഗത്തിനുമുണ്ട്. പോത്തുകുട്ടി വിതരണ പദ്ധതിയുണ്ട്. അത് SC വിഭാഗത്തിനുമുണ്ട്, ജനറൽ വിഭാഗത്തിനുമുണ്ട്. അതുപോലെ മുട്ടക്കോഴി വിതരണ പദ്ധതി ജനറൽ വിഭാഗത്തിനാണ്. ലാപ്ടോപ്പ് SC ബിരുദ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഭിന്നശേഷി വീൽ ചെയർ, അതുപോലെ പെണ്ണാട് വിതരണ പദ്ധതി അത് SC വിഭാഗത്തിനുള്ളതാണ്. ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള പെട്ടിക്കട വെച്ച് കൊടുക്കുന്ന പദ്ധതി, അതുപോലെ ഭിന്നശേഷി കുട്ടികൾക്ക് മേശയും കസേരയും, വനിതകൾക്ക് സ്വയം തൊഴിൽ, അത് വ്യക്തിഗതമാണ് കേട്ടോ. അതുപോലെ വനിതകൾക്ക് സ്വയം തൊഴിൽ ഓട്ടോറിക്ഷ വാങ്ങുന്നതിന്, പച്ചക്കറി ടെറസിലും വീട്ടുമുറ്റത്തും, വാട്ടർ ടാങ്ക് വിതരണം അത് ST വിഭാഗത്തിനാണ്. മേശയും കസേരയും SC സ്റ്റുഡൻസിനാണ്. ഭിന്നശേഷിക്കാർക്ക് ഹിയറിംഗ് ഹെഡ്, അതുപോലെ ഭിന്നശേഷിക്കാർക്ക് തന്നെ വാക്കർ. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ അത് നിങ്ങളുടെ പഞ്ചായത്തുകളിലൊക്കെ ചിലപ്പോൾ വ്യത്യാസപ്പെട്ടിരിക്കാം. അതിൻ്റെ ഈ പദ്ധതികൾ ചിലപ്പോൾ മറ്റ് കാര്യങ്ങൾ ചിലപ്പോൾ ഉണ്ടായി എന്ന് വരാം. ഇതിലെ ചില കാര്യങ്ങൾ ഇല്ലാതിരിക്കാം. അങ്ങനെയൊക്കെ സംഭവിക്കാം. എങ്കിലും ഇങ്ങനെ വരുന്നുണ്ട്. നിങ്ങളുടെ പഞ്ചായത്തിൽ ആയിട്ടില്ലെങ്കിൽ തന്നെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കും. അത് അന്വേഷിച്ചറിയുക. എല്ലാവരും അപേക്ഷിക്കാൻ ശ്രമിക്കുക. ഇത് നമ്മൾ മിസ് ചെയ്യരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഒരു വീഡിയോ ചെയ്തത്. ഇത് കൂടുതൽ പ്ലാനിങ് ഒന്നുമില്ലാതെ പെട്ടെന്ന് ചെയ്തിട്ടുള്ളതാണ്. ഇതിന് വേണ്ടത് നമുക്ക് വരുമാന സർട്ടിഫിക്കറ്റും, അതുപോലെ SC വിഭാഗത്തിനൊക്കെ ആണെങ്കിൽ ജാതി സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടി വരും. പക്ഷെ അത് ഇപ്പോൾ വേണ്ടി വരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപേക്ഷയോടൊപ്പം ആധാർ കാർഡിൻ്റെ കോപ്പിയും റേഷൻ കാർഡിൻ്റെ കോപ്പി എന്നിവ വെക്കേണ്ടി വരും. പിന്നീടുള്ള മറ്റ് സർട്ടിഫിക്കറ്റുകളൊക്കെ ആണെങ്കിൽ ഇത് പാസ്സായി വരുന്ന സമയത്തായിരിക്കും എന്ന് കരുതുന്നു. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്കൊക്കെ ഷെയർ ചെയ്യുക. ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ. ഓക്കെ.